ഹലോ ദർ ഇന്നത്തെ വിശേഷം കുഞ്ഞാറ്റക്കുട്ടിക്ക് സ്കൂളുള്ള ഒരു ദിവസത്തെ രാവിലെ എങ്ങനെ പോയെന്നാണ്. തലേ ദിവസം ഗ്രോസറീസ് ഒക്കെ റീഫിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. രാത്രിയാണ് വീട്ടിലെത്തിയത്. അതുകൊണ്ട് തന്നെ എല്ലാ സാധനങ്ങളും കിച്ചണിൽ അങ്ങനെ പരത്തിയിട്ടേക്കായിരുന്നു. അപ്പൊ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്തേക്കാൻ വേണ്ടി ഞാൻ രാവിലെ എണീറ്റപ്പോ കുഞ്ഞാറ്റക്കുട്ടി എന്റെ കൂടെ എണീറ്റ് വന്നിട്ടുണ്ടായിരുന്നു. എന്നാ പിന്നെ അവൾക്കൊരു ഗ്ലാസ് പാലും കോഴിമുട്ടയും കൊടുക്കാന്ന് വിചാരിച്ചു. അതിനുശേഷം മോളെ ഫ്രഷ് ആക്കിപ്പിച്ച് സ്കൂളിലേക്ക് പോകാൻ റെഡിയാക്കി. തലേ ദിവസം പഠിച്ച ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഞാൻ പിറ്റേ ദിവസം സ്ലൈറ്റിൽ ഇങ്ങനെ എഴുതിപ്പിക്കും. ഇങ്ങനെ ചെയ്യുന്നത് കുട്ടികൾക്ക് ഓർമ്മ നിൽക്കാൻ നല്ലതാണ്. അവൾ എഴുതുന്ന സമയത്ത് ഞാൻ അവൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് വാരി കൊടുക്കും. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ചോളപ്പുട്ടാണ്. ഇനി നമുക്ക് ലഞ്ച് ബോക്സിൽ എന്തൊക്കെയാണ് ആക്കുന്നതെന്ന് നോക്കാം. ലഞ്ചിന് ചോറാണ് കൊണ്ടുപോകുന്നത്. ഇന്ന് ചോറിന്റെ കൂടെ ക്യാബേജ് തോരനാണ്. ക്യാബേജും കൂടെ പപ്പടവും കൂടെ പൊടിച്ച് അതൊന്ന് മിക്സ് ചെയ്ത് വെച്ച് കൊടുക്കും. പിന്നെ ഒരു ബോയിൽഡ് എഗ് 2 പീസാക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഞാനും പണ്ട് ഇങ്ങനെയായിരുന്നു. ലഞ്ച് ബോക്സിലെ ഫുഡ് ഇങ്ങനെ അമ്മ കുഴച്ച് വെച്ച് തരണം. സ്നാക്കിന് ചിക്കൻ പോപ്കോൺ ആയിരുന്നു ആക്കി കൊടുത്തത്. എല്ലാം കൂടെ ഞാൻ ബാഗിൽ തന്നെയാണ് വെച്ച് കൊടുക്കുന്നത്. കാരണം ഇപ്പൊ മോള് ഓട്ടോയിലാണ് പോകുന്നത്. ഓട്ടോയിൽ നിന്ന് ഇറങ്ങി ക്ലാസ് വരെ കിറ്റും കൊടയും ബാഗും എല്ലാം കൂടെ തൂക്കി അവർക്ക് ഒറ്റയ്ക്ക് പോകാൻ പറ്റില്ല. ആകെ കുറച്ച് ഫുഡാണ് കൊണ്ടുപോകുന്നത്. അത് അത്ര വെയിറ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് എല്ലാം കൂടെ ബാഗിൽ വെച്ച് കൊടുക്കും. മോള് ക്ലാസ്സിൽ പോയതിനു ശേഷം എനിക്ക് കുറച്ച് അധികം പണികൾ ഉണ്ടായിരുന്നു. വാങ്ങിച്ച ഗ്രോസറീസ് എല്ലാം ടിന്നിലാക്കി വെക്കണം. അങ്ങനെ എല്ലാം ഓർഗനൈസ് ചെയ്ത് അവസാനം നോക്കുമ്പോഴാണ് പ്രധാനപ്പെട്ട ഒരു സാധനം വാങ്ങിച്ചിട്ടില്ല, കോഴിമുട്ട. അത് പിന്നെ അങ്ങനെയാണല്ലോ, എത്ര ലിസ്റ്റ് എഴുതി കൊണ്ടുപോയാലും എന്തെങ്കിലുമൊക്കെ ഒന്നും മറക്കാതിരിക്കില്ല. ഈ കോഴിപ്പാത്രം എങ്ങനെയുണ്ട്? ഇഷ്ടമെങ്കിൽ ലിങ്ക് ഞാൻ മേലെ കൊടുക്കുന്നുണ്ട്. കുഞ്ഞാറ്റ ക്ലാസ്സിൽ പോയി കഴിഞ്ഞാൽ തക്കുടൂനാണ് ഏറെ വിഷമം. 2 മാസം രണ്ടുപേരും ഒരുമിച്ച് ഇങ്ങനെ കളിച്ച് നടക്കുകയായിരുന്നല്ലോ. പെട്ടെന്ന് ക്ലാസ് തുറന്നപ്പോ തക്കുടൂനെ ചേച്ചീനെ നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. അപ്പൊ പിന്നെ ഞാൻ കുറച്ചധികം സമയം തക്കുടൂന്റെ കൂടെ സ്പെൻഡ് ചെയ്യും. അവളെ കുളിപ്പിച്ച് സുന്ദരിയാക്കി കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ തക്കുടൂന് ഒരുങ്ങാനൊക്കെ ഇഷ്ടമാണ് കേട്ടോ. പക്ഷെ വീട്ടിൽ നിൽക്കുമ്പോൾ മാത്രമേ ഒരുങ്ങുള്ളൂ. എവിടേക്കെങ്കിലും പോവാൻ നേരത്തെ ഒരുങ്ങാൻ വിളിച്ചാൽ വരില്ല. പിന്നെ ഈ വാട്ടർ ഡിസ്പെൻസറിനെ കുറിച്ചും ആരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ഓപ്പൺ കിച്ചൺ ആയതുകൊണ്ട് തന്നെ എനിക്ക് സ്റ്റീൽ പാത്രം ഇങ്ങനെ വെക്കുന്നതിന് താല്പര്യമില്ല. അപ്പൊ അതിൽ വെള്ളം തിളപ്പിച്ചിട്ട് ഈ ഡിസ്പെൻസറിൽ കൊണ്ടുവന്ന് ഒഴിക്കുകയാണ് ചെയ്യുന്നത്. ഇതിന്റെ ലിങ്കും ഞാൻ മേലെ കൊടുത്തിട്ടുണ്ട്. പണികളൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഏകദേശം ഉച്ചയാവാനായിട്ടുണ്ടായിരുന്നു. നല്ല വിശപ്പ്. അപ്പോൾ തലേ ദിവസത്തെ കുറച്ച് തേങ്ങാച്ചോറും ചിക്കനും ബാക്കി ഉണ്ടായിരുന്നു. അത് അവലിന് വെച്ചൊന്ന് ചൂടാക്കി. അപ്പൊ അമ്മ കുറച്ച് കൊണ്ടാട്ടമുളക് വറുത്ത് തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊരു കുപ്പിയിലാക്കി. കൂടെ അമ്മ കുറച്ച് കൈപ്പങ്ങ കൊണ്ടാട്ടം വറുത്ത് തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതും ഞാൻ കുപ്പിയിലാക്കി കുറച്ച് കഴിക്കാനും എടുത്തു. ഈ കൊണ്ടാട്ടങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വല്ലപ്പോഴൊക്കെ നമ്മൾ വാങ്ങാറുണ്ട്. മുന്നേക്ക് വീട്ടിലുണ്ടാക്കുമായിരുന്നു. ഇപ്പൊ പിന്നെ സൂപ്പർ മാർക്കറ്റിൽ കാണുമ്പോൾ ഒരു പാക്കറ്റ് വാങ്ങിച്ചു കൊണ്ടുവരും. അപ്പോഴേക്കും ഇതാ നല്ല ചൂടായിട്ടുള്ള തേങ്ങാച്ചോറും ചിക്കനും റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇതിന്റെ കൂടെ വെള്ളം അല്ലാട്ടോ, കട്ടൻ ചായയാണ് കുടിക്കുന്നത്. നിങ്ങൾക്കുണ്ടോ അങ്ങനത്തെ ശീലം? അപ്പൊ എന്തായാലും ഒരു ദിവസത്തിന്റെ പകുതി അങ്ങോട്ട് കഴിഞ്ഞു.